നമുക്കും ഒരു സ്ട്രോക്ക് ഐഡൻറ്റിഫൈ ചെയ്താലോ? എങ്ങനെ സ്ട്രോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു നിമോണിക് നിങ്ങളുമായിട്ട് പങ്കുവെച്ചോട്ടെ. ബി ഫാസ്റ്റ്, ബി ഫോർ ബാലൻസ്. നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തെറ്റിപ്പോവാം, പയ്യെ പയ്യെ കാലിൻ്റെ ഒരു പ്രവർത്തനം കുറഞ്ഞ ഒരു സൈഡിലേക്ക് വേച്ചു പോവാം. ബി. ഇ ഫോർ ഐസൈറ്റ്. നമ്മൾ കാണുമ്പോൾ പകുതി കാണുക അല്ലെങ്കിൽ കാഴ്ച മങ്ങിപ്പോവുക എന്നുള്ളത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാകാം. എഫ് ഫോർ ഫേസ് ഡീവിയേഷൻ. നമ്മുടെ ഈ വായുടെ ഒരു സൈഡിലേക്ക് കോടിപ്പോവുക, ആ സൈഡിലൂടെ വെള്ളം ഊറി വരിക, അത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാകാം. നമ്മൾ ഒരു വ്യക്തിയോട് കൈ പൊക്കി പിടിക്കാൻ പറയുമ്പോൾ, രണ്ട് കൈയും പൊക്കി പിടിക്കാൻ പറയുമ്പോൾ ഒരു കൈ ബലം കുറഞ്ഞ് താഴത്തേക്ക് ചാടിപ്പോവുക, ആം ഡ്രിഫ്റ്റ്. അല്ലെങ്കിൽ കൈക്ക് ബലമില്ലാതെ പോവുക, ആം ഡ്രിഫ്റ്റ്, അത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണമാകാം. എസ് ഫോർ സ്പീച്ച്. നമ്മൾ സംസാരിക്കുമ്പോൾ ആളുടെ വായിൽ സംസാരിക്കുമ്പോൾ സ്ലറിങ് ഉണ്ടാവുക, സംസാരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം പുറത്തേക്ക് കൂടുതലായിട്ട് വരാതിരിക്കുക, സ്ലറിങ് ഓഫ് സ്പീച്ച് ഉണ്ടാവുക. ടി. ടൈം. ടൈം ഈസ് ബ്രെയിൻ. സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്രകാരം ഒരു ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യക്തിയെ എത്രയും പെട്ടെന്ന് അലിയിപ്പിച്ച് കളയുവാൻ, തലച്ചോറിലെ ക്ലോട്ട് അലിയിപ്പിച്ച് കളയാൻ കഴിവുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്രയും വേഗം എത്തിക്കുക.